ഹൊറർ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കോമഡി ആയിരുന്നു. അവസാനം കുട്ടൂസനും ഡാങ്ങനെയും കൂടെ വന്ന് മായാവി കുപ്പിയിലാക്കുന്ന പോലെ കാണിച്ചിരുന്ന കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു. മായാവി കഥ അങ്ങനെ പറയാം. പുച്ഛിക്കേണ്ട രീതി ഒന്നുമല്ല, നല്ല ഫിലിം തന്നെയാണ്. ആൾക്കാർക്ക് ട്രോളും അതവരുടെ ഇത്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. മമ്മൂട്ടിനെക്കാലം കൂടുതൽ ഇഷ്ടപ്പെട്ട് അർജുന അശോകനെയാണ്. നല്ല അഭിനയം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഫീലിംഗ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലേ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പടത്തിനെ പറ്റി കൂടുതൽ പറയുന്നതായി അത് ശരിയാവത്തില്ല. നല്ല പടം സൂപ്പർ പടം. എങ്ങനെയൊന്നുമില്ല, കൊള്ളാം. മമ്മൂട്ടിയുടെ അഭിനയം കണ്ടോട്ടെ, സൂപ്പർ. നല്ല പടമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഫീലിംഗ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലേ. പ്രമേയം കൊള്ളാം കേട്ടോ, കിടിലം പടം. മമ്മൂട്ടിയും അർജുൻ അശോകനും 3 പേര് എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. കിടിലം പടം, ഒരു രക്ഷയില്ല, സൂപ്പർ പടം. ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിയുടെ ആക്ടിങ് തന്നെ. മായാവി കഥ അങ്ങനെ പറയാം. കിടിലം പടം എന്നുവെച്ചാൽ എക്സ്പീരിയൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതിപ്പം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. പുതിയതാണ്, എല്ലാവരും കണ്ടുപോകണം. കൊള്ളായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? എല്ലാം കൊള്ളായിരുന്നു. അത്യാവശ്യം മമ്മൂക്കയുടെ പെർഫോമൻസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കൊള്ളാം, നല്ലപോലെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു, കണ്ടോണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. ഗംഭീരമാണ് നമുക്ക്. നല്ല പടമായിരുന്നു. നല്ല ഒരു മിത്തിക്കൽ തീമായിട്ടുള്ള നല്ലൊരു ഡാർക്ക് തീമായിട്ടുള്ള പടമായിരുന്നു. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. മമ്മൂട്ടിനെക്കാലം കൂടുതൽ ഇഷ്ടപ്പെട്ട് അർജുന അശോകനെയാണ്. നല്ല അഭിനയം. ആ സിനിമ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ സിനിമ എന്തിനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല. 2, ഹൊറർ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കോമഡി ആയിരുന്നു. അവസാനം കുട്ടൂസനും ഡാങ്ങനെയും കൂടെ വന്ന് മായാവി കുപ്പിയിലാക്കുന്ന പോലെ കാണിച്ചിരുന്ന കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു. അടിപൊളിയാണ് പടം. ഒറ്റ വാക്കി പറഞ്ഞാൽ അധികാരത്തിൻ്റെ ആർത്തിരമ്പെന്ന ചിരി, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമുക്ക് ഒരു രക്ഷയില്ല. അർജുന അശോകനാണെങ്കിലും സിദ്ധാർത്ഥ ആണെങ്കിലും ഒരു രക്ഷയില്ല. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ കണ്ടാലും നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഇതായിരുന്നു. നമ്മൾ ഫിലിം ഫെസ്റ്റിവലൊക്കെ ഒരു ഇങ്ങനെയുള്ള പടം കണ്ടുണ്ടെങ്കിൽ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് കണ്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ കാണുന്നത് വേറൊരു ഫീലായിരുന്നു അത്. ആ ഒരു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പടത്തിനെ പറ്റി കൂടുതൽ പറയുന്നതായി അത് ശരിയാവത്തില്ല. അടിപൊളിയായിരുന്നു. ഞാൻ സെക്കൻഡ് ടൈമാണ്. അങ്ങനെയും പറയാം. എന്തായാലും മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പടം വന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അത്ര ഒറ്റ വാക്കിൽ അത്രേ പറയുള്ളൂ. പ്രമേയമല്ലേ, കുഴപ്പമില്ല, കൊള്ളാം. ടെക്നിക്കലി പടം കിടിലാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എന്തൊക്കെയോ എങ്ങോട്ടോ പോകുന്ന പോലെ തോന്നി. പക്ഷേ കുഴപ്പമില്ല, അവസാനം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കിടില്ല. മായാവി ഒന്നല്ല, ഒരു ചാത്തൻ. ഞാൻ കൂടുതൽ പറയുന്നില്ല, പക്ഷേ സാധനം കൊള്ളാം. നല്ല പൊട്ടൻഷ്യലുള്ള ഒരു പടമായിരുന്നു. മലയാളത്തിൽ മുത്തശ്ശി കഥ എന്നല്ല ബ്രോ, നമ്മളിപ്പം ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ മലയാളത്തിൽ കണ്ട ശീലമില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു സാധനം വരുമ്പം അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണമല്ലോ. നല്ലൊരു സാധനമാണ്, കൊള്ളാം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാനുള്ള സാധനമുണ്ട്. ടെക്നിക്കലി പടം കിടിലാണ്. നല്ല സിനിമയാണ്. ബോളിവുഡ് ഇൻഡസ്ട്രിക്ക് പറ്റിയ ഒരു ഡിഫറെൻറ്റ് ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു മമ്മൂട്ടി കഥാപാത്രം. അതുകൊണ്ട് ഇത്ര എക്സ്പെർട്ട് ചെയ്തില്ല. ഞാനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ തന്നെ വേറെ രീതിയിലൊന്നും വിചാരിച്ചു. ബട്ട് നല്ല ഫിലിമാണ്. മുത്തശ്ശി കഥ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് കേട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഒരു ത്രില്ലിങ്. അത്ര നല്ലൊരു ഫിലിം തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല, നല്ല ഫിലിം തന്നെയാണ്. നമ്മൾ എക്സ്പെർട്ട് ചെയ്ത രീതിയിൽ നമ്മൾ പുച്ഛിക്കേണ്ട രീതി ഒന്നുമല്ല, നല്ല ഫിലിം തന്നെയാണ്. ആൾക്കാർക്ക് ട്രോളും അതവരുടെ ഇത്. ബട്ട് നല്ല ഫിലിം തന്നെയാണ്. ബോളിവുഡ് ഇൻഡസ്ട്രിയെ നല്ലൊരു നിലയിൽ ഇപ്പം ഇൻഡസ്ട്രി തന്നെ നല്ല നിലയിൽ എത്തിക്കാൻ പറ്റിയ ടൈപ്പ് ഫിലിം തന്നെയാണ്. മമ്മൂട്ടിയുടെ അർജുൻ അശോകൻ്റെ ആക്ടിങ് ഭയങ്കര നല്ല ആക്ടിങ് ആയിരുന്നു. മമ്മൂട്ടി അതുപോലെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. മമ്മൂട്ടി അത്രയ്ക്ക് നല്ല കിടുവാണ്. രണ്ടുപേരും ആക്ടിങ് അഭിനയിച്ച് എല്ലാവരും നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ. കൊള്ളാം, നല്ല പടം. അല്ല, ഹൊററാണ്. ഹൊറർ മമ്മൂട്ടിയുടെ ആക്ടിങ് നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിലെല്ലാം കൊള്ളാം. ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ പ്രതീക്ഷയെക്കാളും നല്ല കൊള്ളായിരുന്നു. എല്ലാം കൊള്ളാം.